ശ്രീ ജോർജ് ജോസഫ്, ഒരു ധവളപത്രം പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും അടുത്ത 5 വർഷക്കാലം നമുക്ക് നമ്മുടെ സംസ്ഥാനം വളരുന്നതെങ്ങനെയാണ്, എവിടെ നിന്നാണ്, അതിന് നമുക്കിനി മുന്നോട്ട് വെക്കേണ്ട കാഴ്ചപ്പാട് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് കൂടിയാണ്. ഇതിന്റെ വെളിച്ചത്തിൽ ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുന്നത് കാണാൻ കഴിയുമോ, അതോ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഏത് പുലിക്കും ഉറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക സുസ്ഥിരതാവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നാണോ വിചാരിക്കാൻ കഴിയുന്നത്? അല്ലേ, ഈ നമ്മുടെ ഈ ധവളപത്രം കൃത്യമായിട്ട് 2 പൊസിഷൻ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു സൂക്ഷ്മ വിശകലനത്തിന് കണക്കുകളുടെ കാര്യങ്ങളിലല്ല, ഡെപ്റ്റ് GSDP റേഷ്യോ അത്രയും കണക്കുകളിലേക്ക് പോകല്ല, 2 പൊസിഷനുകൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ മാധു തന്നെ ഇൻട്രോയിൽ ആദ്യം തന്നെ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടത്തെക്കുറിച്ച്. 72,000 കോടി രൂപയുടെ സഞ്ചിത നഷ്ടം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്ന് പൊളിച്ച് പണിയണം എന്നുള്ള ഒരു അടിസ്ഥാനം അതിനകത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSRTC, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെല്ലാം വൻ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. അതിനുള്ളൊരു പരിഹാര മാർഗമായിട്ട് ഒരു ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്, സ്വകാര്യ മൂലധന മുടക്ക് കേരളത്തിൽ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കേൾക്കുമ്പോൾ ഒരു നിഷ്കളങ്കമായൊരു കാര്യമാണ്. കാരണം സ്വകാര്യ മൂലധന മുടക്ക് ഉണ്ടാവണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്തും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഗവൺമെൻറ്റുകളും പറയുന്നതാണ്. പക്ഷേ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 72,000 കോടി രൂപയുടെ നഷ്ടം ആണ് എന്ന് പറയുന്നു. അത് മാധവ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ അത് അക്യൂമുലേറ്റഡ് ലോസാണ്. പക്ഷേ എങ്ങനെ ഒരു പ്രതീതിയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്? കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കൂടി കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ ഇത്രയും വലിയൊരു ഭീമമായ നഷ്ടത്തിലേക്ക് പോകുന്നു. ഇനി ഇതൊക്കെ വെച്ച് പൊടിപ്പിക്കണോ, ഇതെല്ലാം വിറ്റുവോ, ആരെങ്കിലും ഏൽപ്പിക്കുമോ? ഇന്ന് തന്നെ പത്രസമ്മേളനത്തിൽ ശ്രീ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജോലി ഫെസിലിറ്റേറ്ററാണ്, ബിസിനസ് അല്ല. അതിലെല്ലാം നമുക്ക് വായിച്ചെടുക്കാവുന്ന കൃത്യമായ സ്വകാര്യവൽക്കരണ സൂചകങ്ങൾ വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ കേരളം വലിയ പ്രതിസന്ധിയിലാണ്, കടക്കണിയിലാണ്, ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്, ഖജനാവിൽ പണമില്ല, വലിയ നഷ്ടത്തിലാണ്, 42,000 കോടി രൂപയുടെ ബാധ്യത കൊടുത്തു തീർക്കാൻ കിടപ്പുണ്ട്, DA ഉൾപ്പെടെ എല്ലാം വരുമ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ നിന്നും അത് നടപ്പാകാതിരിക്കുന്നതിന് ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ കൂടി ഇതിൽ കാണാം. അപ്പോൾ ഈ 2 പൊസിഷനെയാണ് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യേണ്ടത്. ഒന്ന്, സ്വകാര്യവൽക്കരണത്തിന് അത് പാർട്ടി പാനലിസ്റ്റുകൾ പറയുകയും ചെയ്യുമല്ലോ. ഞാൻ ചോദിക്കുന്നത് സാമ്പത്തികാവസ്ഥയുടെ ഒരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് ആ പൊസിഷനിങ് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് അതിനകത്ത് വരുന്നൊരു പ്രശ്നം. പിന്നെ ഇനി മാധു പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ്, മാധു ഉൾപ്പെടെ പറഞ്ഞ ഡെപ്റ്റ് GSDP റേഷ്യോയുടെ കാര്യം. ഈ ഡെപ്റ്റ് GSDP റേഷ്യോയുടെ കാര്യത്തിൽ കേരളം 18ാം സ്ഥാനത്താണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് മുകളിൽ 10-11 സംസ്ഥാനങ്ങൾ അപ്പോഴും ഉണ്ട്. ഇനി ഈ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ കർണാടക എടുക്കുകയാണെങ്കിലും തെലങ്കാന എടുക്കുകയാണെങ്കിലും കേരളത്തെക്കാൾ വളരെ താഴ്ന്ന ഡെപ്റ്റ് GSDP റേഷ്യോ ഉണ്ട്. ആ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ശക്തമായ സംസ്ഥാനങ്ങൾ, റിച്ച് സ്റ്റേറ്റുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. സാമ്പത്തികമായി കുറച്ചും കൂടെ ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതേസമയത്ത് നമ്മളെടുക്കുക ഹിമാചൽ പ്രദേശ്, കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടുത്തെ ഡെപ്റ്റ് GSDP റേഷ്യോ 45% മുകളിലാണ്. അപ്പോൾ ആ സംസ്ഥാനം ഭയങ്കര പ്രതിസന്ധിയിലാണോ, കടക്കണിയിലാണോ? അവിടെ ശമ്പളം 30% വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പോട്ടെ, എന്തായാലും ഈ ഡെപ്റ്റ് GSDP റേഷ്യോ എന്ന് പറയുന്നത് പല കാലങ്ങളിൽ പല രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വസ്തുതാപരമായ പിശകുകൾ ഉണ്ടായിരുന്നതാണ് ജോർജ് ജോസഫ്. തമിഴ്നാടിന് കർണാടക 26.5%. 26.5%. അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഡെപ്റ്റ് GST റേഷ്യോ കൂടിയ 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. അല്ല, ഞാൻ പറയുന്നത് കേരളത്തെക്കാൾ മുകളിൽ ഡെപ്റ്റ് GSDP റേഷ്യോ ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് എടുക്കുക 56% ഡെപ്റ്റ് GSDP റേഷ്യോ ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. 56% താഴെയാണല്ലോ എന്തായാലും 31%.
പിന്നെ ഇന്ത്യ ആണല്ലോ, അതിപ്പോൾ തന്നെ നോക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഡെപ്റ്റ് GDP റേഷ്യോ മൊത്തം ഇന്ത്യയുടെ കടബാധ്യത എടുക്കുമ്പോൾ, അതായത് സംസ്ഥാനങ്ങളുടെ കടം കൂടി എടുക്കുമ്പോൾ അത് GDPയുടെ 80% മുകളിൽ വരുന്നുണ്ട്. ഇനി മാധുവിന് ഒരു കാര്യം ഇപ്പം തന്നെ വേണം, ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കുമോ, അമേരിക്കയുടെ ഡെപ്റ്റ് GDP റേഷ്യോ എത്രയാണ്? 112%. അപ്പോൾ ഇതെല്ലാം കാലാകാലങ്ങളിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ഇപ്പം നേരത്തെ MP രാജേഷ് ചൂണ്ടിക്കാണിച്ച പോലെ നമ്മൾ 3 ക്രൈസിസുകളെ കണക്കിലെടുക്കാതെ എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യുന്നത്? അതൊരു സാധാരണ വർഷമായിരുന്നോ? സാധാരണ വർഷമായിരുന്നു. ഇന്ത്യയുടെ GDP ഗ്രോത്ത് -24% താഴ്ന്നു പോയ വർഷമാണ് കോവിഡ് വർഷം. മൈനസ് ഇപ്പോൾ അത് 7% മുകളിലാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരു വെൽഫെയർ മെഷേഴ്സ് ഗവൺമെൻറ് എടുക്കാതെ പോകുന്നത്? അവിടെയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു കടമെടുപ്പിലേക്ക് അമേരിക്ക തന്നെ പോകുന്ന സ്ഥിതിയിലേക്ക് വന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കണക്കുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ വല്ലാതെ കണക്കുകൾ ഒരു ഖജനാവില്ല എന്നാണോ അങ്ങ്? എന്റെ ചോദ്യം അതായിരുന്നു ശ്രീ ജോർജ് ജോസഫ്. അല്ല, പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല മാധു. അതൊരു ഗവൺമെന്റിന്റെ ഒരു LDFോ UDFോ BJPയോ ഏത് ഗവൺമെന്റിലും പൂച്ച പറ്റി കിടക്കുന്ന സീറോ ബാലൻസിലേക്ക് പോകുന്ന ഒരു ഖജനാവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സംസ്ഥാനത്ത് പല രീതിയിൽ വരുമാനം സർക്കാരും പ്രയോഗം തന്നെയാണ്. പിന്നെ 40,000 കോടി രൂപയുടെ ബാധ്യത. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു തുടർച്ചയാണ്. ബാലഗോപാൽ പടിയിറങ്ങി പോകുമ്പോൾ അതുവരെയുള്ള പൈസ കണക്ക് തീർത്ത് എല്ലാവർക്കും കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് 1ാം പിണറായി സർക്കാർ വരുമ്പോൾ 18 വർഷത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തത് ആരാ? പല കുടിശ്ശികളും കൊടുത്തു തീർക്കുക ആരാ? അപ്പം ഇതെല്ലാം ഗവൺമെന്റ് തുടർച്ചയായിട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള കുടിശ്ശികളും പല കാര്യങ്ങളും ഒക്കെ നിലനിൽക്കും. അതൊരു പ്രായോഗികമായ പബ്ലിക് ഫൈനാൻസിന്റെ എക്സ്പെൻഡിച്ചറിന്റെ ധനമാനേജ്മെന്റ് ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അത് ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യം, ഇക്കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് 2 ക്ലിയർ കട്ടായ പൊസിഷൻ ഈ വൈറ്റ് പേപ്പർ എടുക്കുന്നു. അതൊന്ന് സ്വകാര്യ മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കുക, മറ്റൊന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ നടപ്പാക്കാൻ വരാതിരിക്കാം, അതിനൊരു മുൻകൂർ ജാമ്യം ഇതാണ്, പൊസിഷൻ ഇതാണ്, ഈ പ്രശ്നം കൊണ്ട് പലതും നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള 2 പൊസിഷൻ. അത് രാഷ്ട്രീയമല്ല. ആ 2 പൊസിഷൻ കൃത്യമായി എടുക്കുന്നു. അത് ഒരുപക്ഷെ മാധു, നമ്മൾ ഇനിയുള്ള നാളുകളിലാണ് ഗവൺമെൻറ് ഏതേത് മേഖലകളിലേക്ക് ആ രീതിയിൽ പോകാൻ പോകുന്നതെന്ന് മനസ്സിലാകാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ഇതിനെ വിശകലനം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഏത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കണക്കുകളും Debate with Madhu Saji.